എനിക്കൊരു ബേക്കറി തുടങ്ങണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ബേക്കറി തുടങ്ങാൻ എനിക്ക് എന്ത് ആവശ്യമുണ്ട്? കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അല്ലേ? എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ചോദിക്കാം, എൻ്റെ ഫാമിലീൻ്റെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ബാങ്കിൽ ലോൺ എടുക്കാം. ഇങ്ങനെ ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് നമ്മൾ കണ്ടെത്തണം. ഇതാണ് ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ FMൽ പഠിക്കാൻ പോകും. ഇപ്പോൾ നമ്മൾ ഫൈനാൻസ് റേസ് ചെയ്തല്ലോ, 10 ലക്ഷം രൂപ കാശ് എടുത്തു. ഈ 10 ലക്ഷം രൂപ കാശ് ഞാൻ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അതായത് ഏതൊക്കെ മെഷീനറികൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം? എൻ്റെ ബേക്കറിയിൽ ഒരുപാട് ചിലപ്പോൾ മിക്സർ വേണ്ടി വരും, ഗ്രൈൻഡർ വേണ്ടി വരും, അങ്ങനെ പല എക്യുപ്മെൻസുകൾ വേണ്ടി വരും. അപ്പോൾ അത് ഞാൻ ബൈ ചെയ്യണോ അതോ വാടകയ്ക്ക് എടുക്കണോ? ഈ ഒരു ഡിസിഷനും ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? എടുക്കേണ്ടി വരും. ഇതാണ് ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇതെല്ലാം നമ്മുടെ ബേക്കറി സക്സസ്ഫുൾ ആയി റൺ ചെയ്യുകയാണെന്ന് വിചാരിക്ക്, എന്നിട്ട് നല്ല പ്രോഫിറ്റബിൾ ആയെന്ന് വിചാരിക്ക്. ആ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം നമ്മൾ ആർക്ക് കൊടുക്കേണ്ടതുണ്ട്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതുണ്ട് അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ ഈ 3 ഡിസിഷനുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, FMൽ പഠിക്കുന്നുണ്ടാവുക. സോ ഇതുപോലെ പ്രാക്ടിക്കലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഓരോ ടോപ്പിക്സും കൺസെപ്ച്വലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ഇൻസ്റ്റിൽ ലേണിംഗ് ഹബ്.